ഹലോ, എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടീനേജർ സ്കിൻ കെയറിന്റെ ഡേ 2 വീഡിയോ. ഫസ്റ്റ് നിങ്ങൾ ഓയിലെല്ലാം ഉണ്ടാക്കിയെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേരിൽ വീഡിയോ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ഒരു ഇതായിട്ടില്ല. പക്ഷെ നമുക്ക് ഫസ്റ്റ് ഉള്ള ഓയിൽ നിങ്ങൾ ഫസ്റ്റ് ഉണ്ടാക്കി നല്ലപോലെ തലയിൽ തേക്കുക. അത് ഫസ്റ്റ് വീഡിയോ ആയിട്ട് നിൽക്കട്ടെ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേസ് പാക്ക് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ടീനേജേഴ്സിന് ഉണ്ടാകുന്ന മെയിൻ ഒരു പ്രോബ്ലമാണ് ആക്നെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ആക്നെ അല്ലെങ്കിൽ പിമ്പിൾ എന്ന് പറയുന്നത് ഫംഗൽ ആക്നെ ഉണ്ട്. ചില പേർക്ക് ഫംഗൽ ആക്നെ ഉണ്ടാകും. പ്രധാനമായും നെറ്റി ഏരിയയിൽ ഭയങ്കരമായിട്ട് പഴുത്ത് നിൽക്കാൻ സാധ്യതയുള്ള മോക്കുരുവിനെയാണ് ഫംഗൽ ആക്നെ എന്ന് പറയുന്നത്. അതുപോലുള്ള ഫംഗൽ ആക്നെകൾ നിങ്ങൾ തീർച്ചയായും ഒരു ഡോക്ടറിന്റെ നിർദ്ദേശം തീർച്ചയായിട്ടും നേടണം. നാച്ചുറൽ റെമഡീസ് ഒന്നും ചെയ്യാനായിട്ട് പോകരുത്. പൊതുവേ നമ്മൾ പറയാറുണ്ട്, എന്താണ് ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടാണ് നമുക്ക് മുഖക്കുരു വരുന്നത്, അല്ലെ? ആ ഒരു ടീനേജ് പ്രായത്തില് കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുന്ന ടൈമിൽ അവർക്ക് മുഖക്കുരു വന്നു തുടങ്ങുന്നു. അപ്പോൾ ആ ഹോർമോൺ ഇംബാലൻസ് നമ്മൾ ചികിത്സിക്കേണ്ടത് നമ്മുടെ ഹോർമോണാണ് ചികിത്സിക്കേണ്ടത്. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഫേസിൽ കുറെ പാക്കുകൾ ഇട്ടുകൊണ്ട് മാത്രം ആ ഹോർമോൺ ഇംബാലൻസ് നമുക്ക് മാറ്റാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഡയറ്റ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അധികമായിട്ട് നമ്മുടെ സ്നേഹക്കൂടുതലും ഉണ്ട്. അവർക്ക് ഈ കുറിക്കാനും എണ്ണവർഗ്ഗങ്ങള്, ബർഗർ, പിസ്സ, ചീസ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊടുക്കാതിരിക്കുക. ആ കൊടുക്കാതിരിക്കുക മീൻസ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക എന്നല്ല. മാക്സിമം അവരെ ഈ ലേസ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അവർ കൊടുക്കാതിരിക്കുക. മാക്സിമം അവർക്ക് ആ ഒരു 11, 12, 13 അതായത് ടീനേജ് സ്റ്റാർട്ട് ആകുന്ന ആ ഒരു സമയത്ത് തന്നെ അവർക്ക് ധാരാളം ലീഫി വെജിറ്റബിൾസ് കൊടുത്ത് ശീലിപ്പിക്കുക. കറക്റ്റായിട്ട് മുരിങ്ങയില, ചീര ഇങ്ങനെയുള്ള സാധനങ്ങൾ അവരെ കൊടുത്ത് ശീലിപ്പിച്ചാൽ തന്നെ തീർച്ചയായിട്ടും അവരുടെ വയർ നല്ലതുപോലെ ക്ലീൻ ആവുകയും അതുമൂലം അവർക്ക് പിമ്പിൾസ് വരാതിരിക്കാൻ ചെയ്യുകയും ചെയ്യും. കുഞ്ഞുങ്ങളെ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് വെജിറ്റബിൾസ് കൊടുത്ത് ശീലിപ്പിക്കണം. കാരണം വെജിറ്റബിൾ കഴിക്കാനായിട്ട് പലർക്കും മടിയാണ്. നമ്മൾ പറയും കുഞ്ഞുങ്ങൾ വെജിറ്റബിൾ കഴിക്കില്ല, മടിയാണെന്ന്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ചെറിയ വയസ്സിലെ നമുക്ക് അവരെ നമ്മൾ എന്ത് വിചാരിക്കും? അവർ ഫുഡ് കഴിക്കുന്നില്ലല്ലോ, അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അങ്ങനെ നമ്മൾ അവരുടെ ഹാബിറ്റ് ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ അമ്മമാർ തന്നെയാണ്. സോ അങ്ങനെ ചേഞ്ച് ചെയ്യാതിരിക്കുക, കൊടുക്കുക. അവർ വിശക്കുമ്പോൾ അവർ കഴിച്ചോളും. അപ്പോൾ അവർക്ക് അതൊരു ഹാബിറ്റ് ആകും. അതുപോലെ തന്നെ ഒരുപാട് വെജിറ്റബിൾസ് അവർക്ക് കൊടുത്ത് ശീലിക്കുക. അപ്പോഴാണ് അവർക്ക് ആ ഒരു എന്താ പറയുന്നത് കറക്റ്റ് ആയിട്ട് കൊഴുപ്പൊന്നും അടിഞ്ഞുകൂടാതെ അത് ചികിത്സിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് വെളിയിൽ എന്തൊക്കെ ചെയ്യാം? അകത്ത് ചെയ്യുന്നത് ഇതുപോലെ നല്ല ഫുഡ് കൊടുക്കുക, ഒരുപാട് വെള്ളം കൊടുത്ത് അവരെ ശീലിപ്പിക്കുക, വെള്ളം ധാരാളം കൊടുത്ത് കുടിപ്പിക്കുക. പാല് കൊടുക്കുമ്പോൾ ദയവ് ചെയ്ത് നമ്മൾ കവർ പാലിനകത്തൊന്നും ഒരു ഗുണവും ഇല്ല. ഒരു പാൽ ആക്ച്വലി കുടിക്കേണ്ട കാര്യം തന്നെ ഇല്ലെന്നാണ് പറയുന്നത്. എങ്കിലും നിങ്ങൾ എന്റെ മോൾ അങ്ങനെ പാല് കുടിക്കാറൊന്നുമില്ല കേട്ടോ. മുമ്പ് കുടിക്കാറുണ്ടായിരുന്നു. ഇപ്പം തീരെ പാലിന്റെ ടീനേജിലോട്ട് വന്നതിന് ശേഷം അങ്ങനെ അധികം പാല് ഞാൻ കൊടുക്കാറില്ല. പാല് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 ഗ്ലാസ് പാല് തന്നെ മിക്സ് ചെയ്ത് തന്നെ പറ്റിച്ചെടുത്തിട്ട് ആ പാട മാറ്റിയതിന് ശേഷം മാത്രം കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ബേസിക് കാര്യങ്ങൾ അവരുടെ ടീനേജ് പ്രായത്തിൽ അവർക്ക് അറിയില്ലല്ലോ ഇങ്ങനെയൊക്കെയാണ് സ്കിൻ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വേണം നമ്മുടെ മക്കളെ ശ്രദ്ധിക്കാനായിട്ട്. അതിന് പുറമെ നമുക്ക് എങ്ങനെ അവരുടെ മുഖത്ത് കുരുക്കൾ മാറാനായിട്ട് എന്തൊക്കെ പാക്കുകൾ ഇട്ട് കൊടുക്കാം. ഒരുപാട് പാക്ക് ഇട്ട് കുഞ്ഞുങ്ങളെ അങ്ങ് ഇതാക്കരുത്. നമ്മളങ്ങ് അവർക്ക് കണ്ടതും നമുക്ക് മുഖക്കുരു വരുമ്പോൾ അവർക്കും ടെൻഷനാണ്. അവരെന്ത് ചെയ്യും? കണ്ട പ്രോഡക്ട്സ് ഫുള്ള് വാങ്ങിച്ചു നോക്കും. ഇത് ചെയ്യാമോ, അത് ചെയ്യാമോ. അങ്ങനെ ചെയ്യരുത്. ഒരു പ്രോഡക്ട്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. പ്രത്യേകിച്ചും ഈ മുഖക്കുരു വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രോഡക്ട്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. നീം ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷസ് വാങ്ങുക. സൾഫ്യൂരിക് ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷസ് വാങ്ങുക. ഞാനൊരു നല്ല ഫേസ് വാഷിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ന്യൂട്രജനയുടെ ഒരു ഫേസ് വാഷ് ആണ്. നിയർലി 600 റുപ്പീസ് ആ ഫേസ് വാഷിന് ഉണ്ട്. പക്ഷേ കുട്ടികൾക്ക് ഒരു 6, 7, 8 മാസത്തോളം അവർക്ക് ആ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ബോട്ടിലിന്റെ ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് വാങ്ങാം. അല്ലാത്തവർക്ക് നോർമൽ ആയിട്ടുള്ള ഹിമാലയയുടെ ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ ഒരു നല്ല ഫേസ് വാഷോ വാങ്ങിച്ച് യൂസ് ചെയ്യാം. നമ്മൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും കുറച്ച് ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ മുഖം എന്ന് പറയുന്നത് അവർക്ക് അടുത്ത ഒരു 50, 60 വർഷം ജീവിക്കാനുള്ളൊരു മുഖമാണ്. അപ്പൊ നമ്മൾ ആ കുഞ്ഞിനെ എങ്ങനെയുള്ള സ്കിൻ കെയർ കൊടുക്കുന്നതാണ് അവരുടെ ഫേസ്, മുഖത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. അവരുടെ സ്കിൻ ടോൺ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതൊക്കെ ഞാൻ മുമ്പ് ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്നു വെച്ചാൽ, കാരണം നമ്മൾ ബേസിക് അറിഞ്ഞിരിക്കണം. ബേസിക് അറിയാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മുഖക്കുരു മാറുന്നില്ല എന്ന് പറഞ്ഞ് വാരിയിട്ടാൽ അത് ഡബിളായിട്ട് ബാഡ് ആവുകയാണ് ചെയ്യുക. ഓക്കെ, അവർക്ക് നെഗറ്റീവായിട്ടാണ് വരിക. ഞാൻ ഇന്ന് ഒരു പ്രത്യേക ഒരു പാക്ക് നിങ്ങളെ പരിചയപ്പെടുത്താം. ഈ ഒരു പാക്കാണ് നമ്മൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ മുഖത്ത് ഇടാൻ പോകുന്നത്. ഈ ഒരു പാക്ക് മാത്രം
വേറെ പാക്കൊന്നും ഇടുന്നില്ല. രാവിലെ നിങ്ങൾ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ ഉടനെ കടലമാവ് വെച്ചിട്ട് ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. കടലമാവ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെറും കടലമാവ് നല്ലപോലെ മാക്സിമം നിങ്ങൾ വെള്ളക്കടലയും കറുത്ത കടലയും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ വാങ്ങി വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ചു വെച്ചിട്ട് ആ ഒരു കടലമാവ് കൊണ്ട് കഴുകി കഴിഞ്ഞാൽ നിങ്ങൾ കടലമാവ് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ല ഗുണം കിട്ടും. അപ്പൊ കടലമാവ് കുറച്ചെടുക്കുക, നല്ലപോലെ വെള്ളത്തിൽ ചാടിക്കുക, അവരുടെ മുഖം നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കഴുകി കൊടുക്കുക. അതിനുശേഷം മുഖം എപ്പോഴും ഞാൻ പറയാറില്ലേ മോയിസ്ചറൈസർ, എന്റെ ഫസ്റ്റ് വീഡിയോ എല്ലാത്തിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മോയിസ്ചറൈസറിന്റെയും എല്ലാത്തിന്റെയും മുഖക്കുരുള്ളവർ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ അത് ഇവിടെയും കൊടുത്തേക്കാം കേട്ടോ, ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അത് നോക്കി കറക്റ്റ് ആയിട്ട് ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് വേണം നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. കിടക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് മുഖം നല്ല വൃത്തിയായിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുക. രാവിലെ നമ്മൾ കടലമാവ് ഉപയോഗിച്ച് കഴുകുന്നു, രാത്രി നമ്മൾ ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നു. ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് നീറ്റ് ആക്കിയതിന് ശേഷം ഈ പാക്ക് ഇട്ട് കൊടുക്കുക. നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി കൊടുക്കുക. തണുത്ത വെള്ളം മീൻസ് നമ്മുടെ പൈപ്പ് വാട്ടറിൽ മുഖം കഴുകിയതിന് ശേഷം ഈ പാക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ആദ്യം നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ പാക്ക് മാത്രം കണ്ടതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാം കറക്റ്റായിട്ട് കേട്ടാൽ മാത്രമേ ഞാൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുള്ളൂ. പലരും അറ്റവും മൂലയെ കേട്ടിട്ട് മനസ്സിലായില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കറക്റ്റായിട്ട് കേൾക്കുക. കുറച്ച് സമയത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോയി ആ പാക്ക് എന്താണെന്ന് കണ്ടിട്ട് വരും. ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് റാഗി പൊടി, അതാണ് ബേസ്. ഈ ഒരു റാഗി എന്ന് പറയുന്നത് ഞാൻ റാഗി വാങ്ങിച്ച് കഴുകി വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കി പൊടിച്ചെടുത്ത റാഗിയാണ്. നിങ്ങൾ എപ്പോഴും റാഗി അങ്ങനെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ടോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് റാഗി എടുക്കുക. റാഗി ഇതുപോലെ ഒരു വലിയ ടേബിൾ സ്പൂൺ റാഗി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് പാൽ പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ 1/4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. നിങ്ങൾക്ക് പാൽ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഈ കൊറോണ ടൈം ആയതുകൊണ്ട് പാൽ വാങ്ങിക്കാറില്ല. കാരണം കവർ പാലല്ലേ ഇവിടെ കിട്ടുന്നത്, ഞാനത് വാങ്ങിക്കാറില്ല. അതുകൊണ്ടാണ് പാലെടുക്കാത്തത്. നിങ്ങൾക്ക് പാലെടുക്കാം. ഞാനിവിടെ 1/4 സ്പൂൺ പാൽപ്പൊടിയാണ് എടുക്കുന്നത്. പാൽപ്പൊടിക്കും നല്ല റിസൾട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് പാൽപ്പൊടി ഉണ്ടവരാണെങ്കിൽ പാൽപ്പൊടി തന്നെ എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് വേണ്ടത് സാൻഡൽ പൗഡറാണ്. മഞ്ഞൾ വേണ്ട, സാൻഡൽ പൗഡർ നമ്മുടെ ഒറിജിനൽ സാൻഡൽ ആയാലും മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് സാൻഡൽ ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്താലും പ്രശ്നമില്ല. പക്ഷേ സാൻഡൽ കറുത്ത പാടുകൾ മാറ്റാനായിട്ട് നല്ലപോലെ സഹായിക്കും. ഇതുപോലെ ഒരു 1/4 ടേബിൾ സ്പൂൺ സാൻഡൽ ഇടുക. എല്ലാവരും ഒരു നല്ല സാൻഡൽ വാങ്ങി വെക്കണം കേട്ടോ. ഞാനൊരു നല്ല അത്യാവശ്യം വില കുറഞ്ഞ് ഒരു നല്ല സാൻഡലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾ നോക്കിക്കോളൂ. ഇതിടുക. ഇട്ടതിന് ശേഷം നമുക്ക് കറ്റാർ വാഴയുടെ ജ്യൂസാണിത്. കറ്റാർ വാഴ അലർജി ഉള്ളവരാണെങ്കിൽ വെറും പാലിൽ മാത്രം മിക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പാൽപ്പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. കറ്റാർ വാഴ അലർജി ഉള്ളവർ, കറ്റാർ വാഴ സെറ്റ് ആകുന്നവരാണെങ്കിൽ ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ആ പാലും ആ അലോവേര ജെല്ലും ഇതുമെല്ലാം നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക. പാലാണ് നിങ്ങൾ മിക്സ് ചെയ്യുന്നതെങ്കിൽ ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ആകട്ടെ. കണ്ടോ, ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് നല്ലതുപോലെ നമ്മുടെ ഒരു ഫേസ് ക്രീമിൻ്റെ പരുവായിട്ടുണ്ട്. ആ കട്ടയൊക്കെ നല്ലതുപോലെ ഉടച്ചെടുക്കണം. നമ്മുടെ അലോവേര ജെല്ലിട്ടത് കൊണ്ടാണ്, ആ ഫ്രഷ് അലോവേര അല്ലേ നമ്മളിട്ടത്, അതുകൊണ്ടാണ് കുറച്ച് ഉടയാനൊരു ബുദ്ധിമുട്ട്. എങ്കിലും ഇതാണ് നമ്മുടെ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആ പാക്ക് കണ്ടല്ലോ. അപ്പോൾ ആ ഒരു പാക്ക് നമ്മൾ നമ്മുടെ പിമ്പിൾ കുട്ടിയുടെ മുഖത്ത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. പിമ്പിൾ കുട്ടി, നീ എന്റെ പിമ്പിൾ കുട്ടിയല്ലേ? അല്ല. ആണല്ലോ. അല്ലല്ലോ. മുഖമൊക്കെ കഴുകി അങ്ങോട്ട് കാണിച്ചോട്. മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. ഒന്നും മുഖത്തിട്ടിട്ടില്ല. ലിപ്സിൽ മാത്രം കുറച്ച് ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ഭയങ്കര മേക്കപ്പിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര മേക്കപ്പ് റാണി എന്നാണ് ഞാൻ അവളെ വിളിക്കുന്നത്. അപ്പൊ നീ എന്താ പറയും? അമ്മയുടെ മോളല്ലേ. ഞാൻ മേക്കപ്പ് കൊണ്ടല്ലേ പൊളി. അപ്പൊ നമ്മള് ഇതുപോലെ ഒന്ന് ഫസ്റ്റ് ഒരു നല്ല ഒരു കട്ടി ലെയറില് സോറി കണ്ണിന് കുറച്ച് കണ്ണിന് താഴെ ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ണിന് താഴെ ഇടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കണ്ണിന് താഴെ ഇടുക. ഇതുപോലെ നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിൽ നല്ലപോലെ ഫേസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കഴുത്തിലാണ് ഇല്ലടാ. നല്ല ജസ്റ്റ് മിസ് നോക്ക്, എന്റെ കൈ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുവായിരുന്നു.
നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ ദേവുവായി മാറുന്നു. ഇപ്പൊ നമ്മള് ഫേസിൽ ഫുള്ള് ഇട്ടു, കഴുത്തിലും ഇടണം. പക്ഷെ അവർക്ക് ആ ഡ്രസ്സിലാകുമെന്ന് പേടി, അവിടെ ഞാൻ ടവൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കഴുത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം 10 മിനിറ്റ്, നിങ്ങൾ അതിൽ കൂടുതൽ വെക്കരുത്. എന്തു മോളെ, കഴിക്കാനുള്ളതല്ല. 10 മിനിറ്റ് വെച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോ ഞാനൊരു 10 മിനിറ്റ്, കറക്റ്റ് 10 മിനിറ്റ് ഫേസിൽ വെച്ചിരുന്നോളൂ. അതിൽ കൂടുതൽ ഒന്നും വെച്ചില്ല. നിങ്ങൾക്ക് ഉണങ്ങിയാലും ഇല്ലെങ്കിലും കറക്റ്റ് 10 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. അതിനുശേഷം ഇപ്പൊ ഞാൻ നല്ല നോർമൽ വാട്ടറിൽ നല്ലപോലെ കഴുകിയിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾ മോയിസ്ചറൈസറോ ഒന്നും അപ്ലൈ ചെയ്യേണ്ട. അവരെ അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട്, അങ്ങനെ തന്നെ സ്കിന്ന് വിട്ടതിന് ശേഷം രാത്രി കിടന്ന് ഉറങ്ങിക്കോട്ടെ അവർ, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ സ്കിൻ ഇങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് അടുത്തൊരു 7 ദിവസവും ഈ പാക്ക് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് ചേഞ്ച് അറിയാൻ പറ്റും. നല്ലപോലെ ആ കുരുക്കളൊക്കെ താന്ന് പോകുന്നത് നല്ല രീതിയിൽ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഒരാഴ്ച കണ്ടിന്യൂ ചെയ്യേണ്ട പാക്ക് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇഷ്ടംപോലെ നിങ്ങൾ വെള്ളം കൊടുക്കണം. ഈ ആഴ്ച ഫുള്ളായിട്ട് ഓരോ ദിവസമായിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരാഴ്ച ഇടേണ്ട പാക്ക് ഇതാണ്. ഓക്കെ, അപ്പൊ പറഞ്ഞോട്ടെ. അപ്പൊ നമ്മുടെ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ഒരു കൊച്ചു ബട്ടണും കൂടെ പ്രസ് ചെയ്താൽ ഓൾ ഓപ്ഷൻ ഒന്ന് വരും. അത് പ്രസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനലിലെ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടുള്ളൂ. സോ മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ, ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും